നമ്മുടെ ഇന്നത്തെ യാത്ര എടക്കര വള്ളിക്കാട്ടുകാവിലേക്കാണ്. ചേളന്നൂർ കാക്കൂർ വഴി വരുന്നവർക്ക്, അതായത് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ വരുന്നവർക്ക് ഈ കാണുന്ന വഴിയാണ് നല്ലത്. എടക്കര സൈഫൺ സമീപത്തുകൂടി വലിയ കനാൽ റോഡിലേക്ക് കയറി നേരെ പോയാൽ എത്തുന്നത് ഇവിടേക്കാണ്. ഇനി അത്തോളി നന്മണ്ട കൂമുള്ളി വഴി വരുന്നവർക്ക് ചീക്കിലോട് നിന്നും വലിയ കനാൽ റോഡിലേക്ക് കയറി നേരെ വന്നാൽ ഇവിടെ എത്താം. ചീക്കിലോട് നിന്ന് ഇവിടേക്ക് വരേണ്ട റോഡ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ പഞ്ചായത്തിലെ എടക്കരയിൽ ഏലിയോട് മലയുടെ താഴ്വരയിൽ 24 ഏക്കറോളം വരുന്ന നിബിഡ വനത്തിലാണ് വള്ളിക്കാട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ക്ഷേത്രം പേരുപോലെ തന്നെ വള്ളികളും വൻമരങ്ങളും മറ്റു നിരവധി അപൂർവ ഇനം സസ്യജാലങ്ങളും ചേർത്തുകൊണ്ട് പ്രകൃതി ഒരുക്കിയ വിസ്മയം തന്നെയാണ് വള്ളിക്കാട്ടുകാവ്. ഈ ക്ഷേത്ര പരിസരത്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇവിടുത്തെ ദേവിയുടെ കാവൽക്കാരും കുസൃതികളുമായ വാനരക്കൂട്ടങ്ങളാണ്. ഇവർക്ക് നൽകാനുള്ള ഭക്ഷണപ്പൊതികളുമായാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് നൽകിയ ശേഷമാണ് ഭക്തർ പ്രാർത്ഥനയും വഴിപാടുകളും അർപ്പിക്കുന്നത്. അവരുടെ കുസൃതികൾ കുറച്ചുനേരം കണ്ടു നോക്കൂ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ പ്രധാന ആകർഷണം വലിയ നിർമ്മിതികളോ ശ്രീകോവിലോ ഒന്നുമില്ല എന്നതാണ്. മേൽക്കൂരയില്ലാത്ത പ്രകൃതിയുടെ വിശാലമായ ആകാശത്തിന് താഴെ സ്വയംഭൂവായി കുടികൊള്ളുന്ന ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വനദുർഗയുടെയും ജലദുർഗയുടെയും ശക്തി സമന്വയമായിട്ടാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, പരദേവത തുടങ്ങി ഉപദേവതാ സങ്കല്പവും ഇവിടെയുണ്ട്. ഇവിടുത്തെ പൂജാസമയം രാവിലെ 6:30 മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുമാണ്.
2 ഇല്ലത്തു നിന്നുള്ള ശാന്തിമാരാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആഘോഷം കുംഭമാസത്തിലെ മകം നക്ഷത്രം നാളിലാണ്. അന്നേ ദിവസം ത്രികാല പൂജ, നവകം, അന്നദാനം തുടങ്ങിയ പരിപാടികളോടെ പ്രതിഷ്ഠാദിനമായി ആചരിക്കപ്പെടുന്നു. കൂടാതെ നവരാത്രി, മണ്ഡലം, വൈശാഖം, കർക്കടകം എന്നീ കാലങ്ങൾ വിശേഷമായിട്ട് ത്രികാല പൂജ നടത്തപ്പെടുന്നു. ഇവിടെ മാത്രം നടത്തപ്പെടുന്ന ഒരു പ്രധാന വഴിപാടാണ് കുടുക്കച്ചോറ്. കുട്ടികളില്ലാത്ത ദമ്പതിമാർ ഇവിടെ വന്ന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോയിട്ട് സന്താനമുണ്ടായതിനു ശേഷം ഇവിടെ വന്ന് കഴിക്കുന്ന വഴിപാടാണ് കുടുക്കച്ചോറ്. നിവേദ്യം വെച്ച് മൺചട്ടിയിൽ പടച്ച് കുരങ്ങന് കൊടുക്കുന്ന ഒരു വിശേഷാൽ വഴിപാടാണിത്. ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതം. ഈ നീരുറവ മരങ്ങൾക്കിടയിലൂടെ പ്രധാന പ്രതിഷ്ഠയായ ദേവീ വിഗ്രഹത്തിനു ചേർന്ന് ഒഴുകി ക്ഷേത്രകുളം വരെ എത്തുന്നു. വിശ്വാസികൾക്കിടയിൽ ഈ തീർത്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശേഷ അവസരങ്ങളിലും മറ്റും വിശ്വാസികൾ ഇവിടെ നിന്നും തീർത്ഥം കൊണ്ടുപോയി വിവിധ കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.